രാവിലെ 6:20 പൊന്നാനിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സിലാണ് ഇന്ന് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. മുണ്ടൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ കോളേജ് ബസ് കിട്ടും. അങ്ങനെ അതിൽ കയറി പോകണം. അപ്പോൾ ഉമ്മ വരുന്നത് ഇന്ന് കുന്നംകുളത്ത് നിന്ന് കേട്ടോ കയറുന്നത്. ഉമ്മയുടെ ഉമ്മക്ക് വയ്യാണ്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി ഹോസ്പിറ്റലിലെത്തി ടോക്കൺ എടുത്തു. അതിനുശേഷം നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലല്ല, പുറത്തത്തെ രാജാവിൻ്റെ റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ പോയിട്ടുള്ളത്. രാജാവിൻ്റെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ്. അവരുടെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതേ അങ്ങനെ പോയി മസാല ദോശയും വടയായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മസാലയത്തെ ആ ഒരു ഫില്ലിങ്സിൻ്റെ ഉള്ളിൽ ബീട്രൂട്ട് വെച്ചിട്ടൊരു അഭിഷേകമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ കളറായിരുന്നു അതിൻ്റെ ആ ഒരു മസാല ഇഷ്ടം. ഇതൊരുമാതിരി ചുവപ്പുമയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമുക്ക് സെർവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു രാജാവായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അപ്പുറത്ത് കൊടുക്കുന്ന രാജാവിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ 2 കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഫിയൊക്കെ കുടിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് വീണ്ടും നടക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് പൾമനോളജി ഡോക്ടറെ ആട്ടോ ഉമ്മക്ക് കാണിക്കുന്നത്. ഉമ്മക്ക് കുറേ കാലങ്ങളോളായിട്ടുള്ളതാണ് ശ്വാസമുട്ടും അതിനോടനുബന്ധിച്ച് ഒരുപാട് അസുഖങ്ങൾ. അപ്പോൾ അവിടെ ഒരുപാട് നേരം ക്യൂ നിന്ന് 30 ടോക്കൺ നമ്പർ. നമ്മൾ കഴിച്ചു വരുമ്പോഴത്തേക്കും 30 വിളിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്തു. ഡോക്ടറെ കാണിച്ചു. ടെസ്റ്റും റിസൾട്ടും എല്ലാം കാണിച്ചിട്ട് ഇനി 1 മാസത്തേക്ക് ഡോക്ടർ മരുന്ന് എഴുതി തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മേലെ പോയിട്ട് ENT കേട്ടോ കാണിക്കാൻ പോയിട്ടുള്ളത്. ENT കാണിച്ചു. ഉമ്മക്ക് ചെവിയിൽ സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരാ ഈ ഒരു പഴുപ്പ് ടെസ്റ്റിന് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ടെസ്റ്റൊക്കെ എടുത്ത് ലാബിൽ കൊണ്ടുകൊടുത്തു. അപ്പോൾ ഒരുപാട് സമയം നിന്നുട്ടോ. ഇന്നും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫാർമസിയിൽ വന്നു. ഇവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ക്യൂ ആണ്. ഈ ഒരു ക്യൂ ഒക്കെ നിന്നാലും ചില സമയത്ത് അവസാനം നമ്മൾ ആ ഒരു ഊഴെത്തുമ്പോഴത്തേക്കും ഒരു മരുന്ന് പോലും അതിലില്ലാത്തൊരവസ്ഥയിലാവും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരുപാട് വിഷമാവും ഇത്രയും സമയം നിന്നിട്ട് നമുക്കൊന്നും കിട്ടിയില്ല എന്ന്. അങ്ങനെ അതേ നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചു. നമ്മളിത് ഫുഡ് നമുക്ക് ഇന്നും ഒരു പൊതിച്ചോറ് കിട്ടി. അത് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഒരു മോളെ കണ്ടത്. മോൾക്ക് 6 വയസ്സായിട്ടുള്ളത്. പെട്ടെന്നൊരു പനി വന്നിട്ട് എല്ലാം തളർന്ന പോലെയായി. സംസാരിക്കുന്നില്ല, നടക്കുന്നില്ല. ഭയങ്കര വിഷമാട്ടോ മോളെ കണ്ടപ്പോൾ. അങ്ങനെ കുറേ നേരം മോളായിട്ട് കളിച്ചു. പാല് ഫുള്ളും കുടിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ചോക്ലേറ്റൊക്കെ തരാമെന്ന് പറഞ്ഞപ്പോൾ കുടിച്ചു. അങ്ങനെ കുറേ ഉമ്മൊക്കെ തന്നു. പിന്നെ ആ ഒരു ചേച്ചി ഒരു വിഷമം പറഞ്ഞു. ഇവർ പാലക്കാട് നിന്നാണ് വരുന്നത്. ട്രെയിനിൽ വരുന്ന സമയത്ത് ഈ കുട്ടി എല്ലാവരും ഇങ്ങനെ തോണ്ടും, ഇങ്ങനെ സംസാരിക്കാനൊക്കെ നോക്കും. ഇന്ന് ഒരു ചേട്ടന് കുറേ നേരമായിട്ട് അതിൻ്റെ ഷർട്ടൊക്കെ പിടിച്ച് പാൽക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ചില ആൾക്കാർ അങ്ങനെ വയ്യാത്ത കുട്ടികളാണെന്നും നോക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ഇതിൽ മാത്രം ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ എന്ന് ആ ചേച്ചി പറഞ്ഞു. കാരണം അത്രയ്ക്ക് മോള് കരഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അതേ ആ ചേച്ചിയും മോളും അച്ഛനും പോയി. നമ്മളിനി ഇവിടുന്ന് നേരെ ശക്തനിലേക്ക് ബസ് കയറണം. തിരിച്ച് മുണ്ടൂർ വഴി ബസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ശക്തനിലേക്ക് ബസ് കയറിയിട്ട് പിന്നെ അവിടുന്ന് കുന്നംകുളം പോകണം. ഉമ്മ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോവും. ഞാൻ വീട്ടിലേക്കും വരും. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ വടക്കുന്നാഥൻ്റെ മുന്നിൽ പൂക്കളിട്ടുകൊണ്ടിരിക്കണത് കണ്ടപ്പോൾ ശക്തനിൽ ഇറങ്ങാണ്ട് നേരെ നമ്മൾ അവിടെ ഇറങ്ങി. എന്നിട്ട് മേലേക്ക് നടന്നു പോയപ്പോൾ നമ്മൾ ഇറങ്ങിയത് വെറുതെ ആയില്ല എന്ന് തോന്നിയിട്ടാ. എല്ലാവരും കൂടെ ആ ഒരു കളത്തിന് ചുറ്റും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ആ ഒരു കാഴ്ച കുറേ നേരം നമ്മൾ നിന്ന് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു വലിയൊരു പൂക്കളായിരുന്നു. അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ വയനാടിനെ സേവ് ചെയ്തിട്ടും അന്നത്തെ ആ ഉരുൾപൊട്ടലിലെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളും അങ്ങനെ എല്ലാം ചേർത്തിട്ടുള്ളതായിരുന്നു ഈ ഒരു പൂക്കളം. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് നേരെ തിരിച്ച് പോകണം. വീണ്ടും ശക്തനിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്കിനി ബസ് കയറേണ്ടത്. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് ഒരു ചെറിയൊരു കട കണ്ടു. ആ പരിസരത്തായിട്ട് ഒരുപാട് ഇങ്ങനെ ചായക്കടയും അതുപോലെ പാനിപ്പൂരിയുടെ ഒക്കെ കടകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ ഒരു മുളക് ബജി ആട്ടോ വാങ്ങിച്ചത്. ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോളിഫ്ലവറിൻ്റെ ആ ഒരു ഫ്രൈ നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു പ്ലേറ്റ് വാങ്ങിച്ചു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കഴിച്ചു. അങ്ങനെ നമ്മളിതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ പൂക്കളിടാനായിട്ടുള്ള പൂ ഇങ്ങനെ മല പോലെ ഇരിക്കുന്നത് കണ്ട്. അപ്പോൾ പറഞ്ഞു നമുക്ക് അവിടം വരെയും കൂടെ ഒന്ന് പോയിട്ട് വരമ്മ എന്ന് പറഞ്ഞു. നമുക്ക് തീരെ വയ്യ, എന്നാലും ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് പാവം എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെ നമ്മൾ ഈ ഒരു പൂവൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞി റോസും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ ഈ ഒരു സംഭവമൊക്കെ. അങ്ങനെ നമ്മൾ പൂവിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നമ്മളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. ഇങ്ങനെയൊക്കെ വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് വരണം.
അപ്പോഴെല്ലായിടത്തും നിർത്തി നമ്മൾ ഫോട്ടോസായാലും ഒക്കെ എടുത്ത് സമാധാനമായിട്ട് വരാൻ പറ്റും. ഈ ഒരു നടത്തം ഒഴിവായി കിട്ടും. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് വണ്ടിയും കൊണ്ടുവരണം എന്നാട്ടോ ആഗ്രഹം. അപ്പോൾ അതേ പോണ വഴിക്ക് കുറേ ഓണത്തിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഉമ്മ പറയുന്നുണ്ട് കേട്ടോ, അമ്മക്ക് കാല് കടയുന്നുണ്ട്, വണ്ടി വിളിക്കാമെന്ന്. അങ്ങനെ നമ്മൾ പറഞ്ഞ് അവസാനം ശക്തൻ വരെ എത്തിയിട്ടാ. അങ്ങനെ റോഡ് ക്രോസ് ചെയ്തു. സ്റ്റാൻഡിൽ പോയപ്പോൾ നമുക്ക് കുന്നംകുളം ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറിയപ്പോൾ ഉമ്മക്ക് ഇങ്ങനെ മസിൽ പിടിച്ചു കുറേ നേരം നടന്നതിൻ്റെത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. അപ്പോൾ നമ്മളങ്ങനെ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ.